രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന അവിശുദ്ധമായ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അവസാനിക്കുകയാണ്. ഇക്കുറി പോളിംഗ് കണക്കുകൾ പുറത്തു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പായി. പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനും UDFന്റെ അവസരവാദ നിലപാടുകൾക്കും ജനം ബൂത്തുകളിൽ മറുപടി നൽകി കഴിഞ്ഞു. 78.27% പോളിംഗ് എന്നത് സർവകാല റെക്കോർഡാണെന്ന് പറഞ്ഞ് അണികളെ ആവേശം കൊള്ളിക്കാൻ നോക്കുന്ന ഇടത് നേതാക്കൾ ഒരു കാര്യം ഓർക്കണം. SIR പ്രകാരമുള്ള കറക്ഷൻ ഫാക്ടർ ബാധകമാക്കിയാൽ ഇത്തവണ പോളിംഗ് വെറും 74.14% ചുരുങ്ങും. ഭരണവിരുദ്ധ വികാരം കൊണ്ട് ജനം ഇരച്ചെത്തി എന്ന UDFന്റെ വാദവും ഭരണ തുടർച്ച കിട്ടുമെന്ന LDFന്റെ മോഹവും അസ്ഥാനത്താവും. വോട്ടർമാർ ബൂത്തിലെത്തിയത് ഈ രണ്ട് മുന്നണികളെയും ഒരുപോലെ മടുത്തിട്ടാണ്. വിശ്വാസികളെ വെല്ലുവിളിച്ച പിണറായി സർക്കാരിനും അതിന് കൂടെ പിടിച്ച UDFനുമുള്ള ഏറ്റവും വലിയ പ്രഹരം ശബരിമലയുള്ള റാന്നിയിലെ പോളിംഗ് കുറഞ്ഞതാണ്. ആരും ചർച്ച ചെയ്യാത്ത ഈ പോളിംഗ് കുറവ് സത്യത്തിൽ വിശ്വാസികളുടെ നിശബ്ദമായ പ്രതിഷേധമാണ്. അവിടുത്തെ വിശ്വാസ സമൂഹം ഈ രണ്ട് മുന്നണികളെയും കൈവിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതണം. ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിധി എഴുതുന്നത് BJP-യാണ്. വോട്ട് വിഹിതം 12.4% നിന്ന് 18% കുതിച്ചുയരുമ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കും. പാവപ്പെട്ട ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയും കിറ്റും പെൻഷനും കാണിച്ച് മോഹിപ്പിച്ചും പിണറായി വിജയൻ പടുത്തുയർത്തിയ ഭരണ തുടർച്ച എന്ന മിഥ്യ ഇത്തവണ തകർന്നടിയുമെന്നുറപ്പ്. 1987-ലെ 80.54% പോളിംഗ് ഉയർത്തിക്കാട്ടി LDF വ്യാമോഹിക്കുന്നുണ്ടെങ്കിലും അന്നത്തെ സാഹചര്യം ഇന്നില്ല. 2021-ൽ 2.8 കോടി പേർ വോട്ട് ചെയ്തു. ഇക്കുറി 2.13 കോടി. SIRന് മുൻപ് ആകെ 2.78 കോടി വോട്ടർമാർ, ശേഷം 2.71 കോടി. അതായത് ഭരണവിരുദ്ധ വികാരം കാരണം വോട്ടർമാർ ഇരച്ചെത്തിയില്ല. എന്നാൽ മലബാറിൽ ഒരു കൂട്ടം സഖാക്കൾ പാർട്ടിക്കെതിരെ പ്രതിഷേധ വോട്ട് ചെയ്ത സൂചനകളുമുണ്ട്. ഇരു മുന്നണികൾക്കും പരമ്പരാഗതമായി അവകാശപ്പെടുന്നത് പോലെ വിജയം അവകാശപ്പെടാനുള്ള ഉള്ളടക്കം ഈ പോളിംഗ് ശതമാനത്തിൽ ഇക്കുറിയില്ല. BJP വോട്ട് 2021-ലെ 12.4% നിന്ന് 18 ഉയരുന്ന കണക്കാണ് ഇത് എങ്കിൽ കളിമാറും. മന്ത്രിസഭയ്ക്കകത്തും പുറത്തും നിയമസഭയ്ക്കകത്തും പുറത്തും BJP കളി തീരുമാനിക്കും. അതിനാൽ 1987-ലേതുപോലെ 2021-ലേതുപോലെ LDF വരണമെന്നില്ല. BJP ജയിക്കുമെന്ന് കണക്കാക്കുന്ന മണ്ഡലങ്ങൾ നേമം, കഴക്കൂട്ടം, പാലക്കാട്, മഞ്ചേശ്വരം എന്നിവയാണ്. കഴക്കൂട്ടം ജയിക്കുമെങ്കിൽ വർക്കലയും ചിറയൻകീഴും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഈഴവ വോട്ടുകൾ അടുത്തടുത്ത ഈ മണ്ഡലങ്ങളിൽ പരസ്പര പൂരകങ്ങളായി വരാം. 6 മണ്ഡലങ്ങൾ BJP സാധ്യതാ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാട്ടാക്കട, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, തിരുവല്ല, അട്ടിമറി സാധ്യത തൃശൂർ, മണലൂർ, ആറന്മുള എന്നിവിടങ്ങളിലും കാണുന്നു. എന്തായാലും 35 മണ്ഡലങ്ങളിൽ BJP നിർണായക ശക്തിയായി വളർന്നു കഴിഞ്ഞു. ആരു ജയിക്കണം തോൽക്കണമെന്ന് BJP തീരുമാനിക്കുമെന്നായി. അതിനാലാകാം കേരളത്തിൽ ത്രിശങ്കു സഭ വരുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഒരു ദിശാമാറ്റമാണ്. ഇരു മുന്നണികളല്ലാതെ മറ്റൊന്ന് രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച തെരഞ്ഞെടുപ്പ്. ഭരണചക്രത്തിൽ കാവ്യ കലരുമെന്ന് ഉറപ്പിച്ചു പറയാം.